നിങ്ങൾക്ക് അനുയോജ്യമായ എക്സ്ക്ലൂസീവ് ഡിസൈൻ കണ്ടെത്താൻ ഞങ്ങളുടെ ജ്വല്ലറി കൺസൾട്ടന്റിനെ വിളിക്കൂ. പ്രേംദീപ് ജ്വൽസ്, ദ ബിഗ്ഗസ്റ്റ് ബുട്ടീക് ജ്വല്ലറി ഇൻ പാലക്കാട്. വനിതാ സംവരണ ബില്ലിനെതിരെയും മണ്ഡല പുനർനിർണയത്തിനെതിരെയും തടസ്സമുന്നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിനെതിരെ മഹിളാ മോർച്ച രംഗത്ത്. വനിതാ സംവരണ ബില്ലിനെതിരെയും മണ്ഡല പുനർനിർണയത്തിനെതിരെയും തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിനെതിരെ മഹിളാ മോർച്ച രംഗത്തെത്തി. കോൺഗ്രസ്, TMC, DMK, CPM തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ കപട സ്ത്രീപക്ഷവാദികളായതുകൊണ്ടാണ് ഈ ബില്ല് പാസാക്കാൻ തടസ്സം നിന്നതെന്നും വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ബില്ല് നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ജനാധിപത്യം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക എന്നും മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് പറഞ്ഞു. ഈ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പാർലമെൻറ്റിൽ ഏപ്രിൽ 16-ാം തീയതി നാരി ശക്തി വന്ദന അധിനിയം എന്ന പേരിൽ ഭരണഘടനയുടെ 131-ാം ആർട്ടിക്കിൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ MP-മാർ അതിനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി. കോൺഗ്രസ്, TMC, DMK തുടങ്ങിയ മുന്നണികൾ, CPM ഉൾപ്പെടെ ഈ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്ത് വനിതകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് കബളിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ, കപട രാഷ്ട്രീയക്കാരെന്ന് വേണം പറയാൻ, കപട സ്ത്രീപക്ഷവാദികൾ, അവരതിനെ എതിർത്ത് തോൽപ്പിച്ചതിന് ശേഷം ജനാധിപത്യം ജയിച്ചു എന്നുള്ള രീതിയിലാണ് ഈ രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ജനാധിപത്യം ജയിക്കുന്നത് ഈ രാജ്യത്തിലെ 50% വരുന്ന സ്ത്രീജനങ്ങളെ, അവരുടെ പ്രാതിനിധ്യത്തെ അത് ഉറപ്പുവരുത്തുന്ന ഒരു ബില്ല് എതിർത്ത് തോൽപ്പിക്കുമ്പോഴാണോ ഇവിടെ ജനാധിപത്യം ജയിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതെന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. വനിതകളെ ഘട്ടം ഘട്ടമായി ശാക്തീകരിച്ച് രാജ്യത്തിന്റെ നയരൂപീകരണത്തിന് വനിതകളെ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലാണ് അതെന്നും മണ്ഡല രൂപീകരണം ഏത് സംസ്ഥാനത്തെയും ദോഷകരമായി ബാധിക്കില്ല എന്നും സിനി മനോജ് ചൂണ്ടിക്കാണിച്ചു. അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഈ ബില്ല് പിൻകാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചതെന്നും സിനി മനോജ് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായി സീറ്റ് വർധന നൽകിക്കൊണ്ട് ഒരു സംസ്ഥാനത്തെ പോലും ഈ മണ്ഡല പുനർനിർണയം അത് ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ ഒരു നിയമനിർമ്മാണമായിരുന്നു പാർലമെൻറ്റിൽ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിനെ അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് പിൻകാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെതിരെ സ്ത്രീകൾ പ്രതികരിക്കുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും സ്ത്രീകളോടുള്ള അവഹേളനവും പ്രതിഫലിക്കുമെന്നും സിനി മനോജ് പറഞ്ഞു. ഈ രാജ്യത്തെ സ്ത്രീകൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പും ഈ രാജ്യത്തെ സ്ത്രീകളോടുള്ള അവഹേളനയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. BJP വെസ്റ്റ് ജില്ലാ ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയായിരുന്നു സിനി മനോജ്. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമാ ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് രജിത NR എന്നിവർ സംബന്ധിച്ചു.